വീണ്ടും ഇതാ ഒരു യുദ്ധകാഹളമാണ്. ഇറാനിൽ യുദ്ധഭീഷണി നിലനിൽക്കുന്നു. അമേരിക്കൻ കപ്പൽ പട പേർഷ്യൻ തീരത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. സൗമ്യ കൃഷ്ണയുടെ കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു, ഇതാ ഞങ്ങളുടെ പടക്കപ്പൽ ആ വ്യൂഹം അങ്ങോട്ടേക്ക് വരികയാണ് എന്ന്. ഇങ്ങനെ ഭീഷണി ഇപ്പോൾ കഴിഞ്ഞ കുറച്ചാളുകളായിട്ട് ട്രംപിന്റെ ഒരു രീതിയുമാണ്. എന്താണ് സംഭവിക്കുന്നത്? ട്രംപിന്റെ ഭീഷണിയുടെ കടുപ്പം അല്പം കൂടിയിട്ടുണ്ട് ദിവീഷ്. തവണ പറഞ്ഞിരിക്കുന്നത് വെനസ്വേലയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ അക്രമോത്സുകമായ ഒരു ആക്രമണത്തിന് വേണമെങ്കിൽ തയ്യാറാണ് ഈ വരുന്ന സൈന്യം, ഞങ്ങളുടെ സേന, ഞങ്ങളുടെ പട എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ ഒരു യുദ്ധ ഭീഷണി, ഒരു ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ ആണവ നിർവ്യാപന കരാറിനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ, നേരത്തെ തന്നെ ഈ മുന്നറിയിപ്പ് ഈ ഇറാന് നൽകിയതാണ്. അന്ന് ഈ ചർച്ചയ്ക്ക് തയ്യാറായില്ല. അന്ന് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ കഴിഞ്ഞ ജൂണിലുണ്ടായ പോലുള്ള ഒരു ആക്രമണം ഒരു പക്ഷേ ഇറാനിൽ ഉണ്ടാവുകയില്ലായിരുന്നു. ഇറാനിലെ അവരുടെ ആണവ പദ്ധതികൾക്ക് നേരെ നടന്ന ഒരു ആക്രമണമുണ്ട്. ആ ആക്രമണം, ഈ മിഡ് നൈറ്റ് ഹാമർ എന്ന് വിളിക്കുന്ന ആ ആക്രമണം കഴിഞ്ഞ തവണ ഒരുപക്ഷെ നടക്കില്ലായിരുന്നു അന്ന് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ. അതിനേക്കാൾ ഭീകരമായ ഇറാനെ തകർക്കാൻ പോകുന്ന ആക്രമണങ്ങൾക്ക് തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു പോർവിളിയാണ് നടത്തിയിരിക്കുന്നത് ട്രംപ്. എന്തായാലും ഇതുവരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാന്റെ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഈ ഏറ്റവും ഒടുവിൽ നടത്തുന്ന ഒരു വാർത്താക്കുറിപ്പിലടക്കം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഘർഷം എങ്ങനെ നിലനിൽക്കുകയാണ്? ഇവരുടെ ട്രംപിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ ആണവ നിർവ്യാപന കരാർ തന്നെയാണ്. നമുക്ക് മറ്റെന്ത് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ പോലും ഇറാനിലെ ആഭ്യന്തര പ്രശ്നമാണ്, അതിൽ ഇടപെടുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും യഥാർത്ഥ പ്രശ്നം ഈ പറയുന്ന ഒരു ആണവ ആയുധം നിർമ്മിക്കാൻ വേണ്ട അത്ര യുറാനിയം ഇറാൻ സംഭരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ മിഡ് നൈറ്റ് ഹാമർ പോലുള്ള നീക്കങ്ങളിലേക്ക് അമേരിക്ക നീങ്ങുന്നത്. അതിന് തുടർന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന പോർവിളി അടക്കം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി. ഇറാനിൽ വീണ്ടും ഒരു യുദ്ധഭീഷണി നിലനിൽക്കുന്നു. അമേരിക്കയുടെ വൻ കപ്പൽപ്പട ഇറാൻ തീരത്തേക്ക് അടുക്കുന്നു എന്നതാണ്. മറ്റ് എന്തെങ്കിലും വിധത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.